ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കൈപ്പത്തിരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ടൊരു പാത്രത്തിൽ 3 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് 2.5 ഗ്ലാസ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. സാധാരണ വാഴൻ്റെ ഇലയിലാണ് കൈപ്പത്തിരി ഉണ്ടാക്കാറുള്ളത്. അതും കുറച്ച് വണ്ണത്തിലാണ് എല്ലാവരും ഉണ്ടാക്കാറുള്ളത്. പക്ഷെ നമ്മളിപ്പോൾ ചെയ്തെടുക്കുന്നത് പ്രസ്സിലാണ്. അതും കനം കുറച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇനി ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഒരു പിടി ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക. ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇത് ചെറു ചൂടോട് കൂടിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതുപോലെ ബോൾസ് ആക്കിയതിന് ശേഷം ഓരോന്നായിട്ട് പ്രസ്സിൽ പരത്തിയെടുക്കാം. ഇനി ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 2 സൈഡിലും പൊടി വിതറി കൊടുക്കാം. ഈ സമയത്ത് പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. ഇനി പത്തിരി ഇട്ട് കൊടുക്കുക. ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കുക. രണ്ട് സൈഡും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 സൈഡും ഏകദേശം ആയിട്ടുണ്ട്. കൈപ്പത്തിരിയൊക്കെ നന്നായിട്ട് പൊള്ളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം. ഇതിലേക്ക് ബീഫ് കറിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് തൈര് മുളക് കൊണ്ടാട്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കൊണ്ടാട്ടത്തിന് നല്ല ഉപ്പായിരിക്കും. അപ്പോൾ പ്രഷറുള്ളവർക്കൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ പാകത്തിന് ഉപ്പൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് കൂടുതൽ നന്നായിരിക്കും. മുളക് കഴുകി വെള്ളം വാർന്നതിന് ശേഷം മുളകിൻ്റെ ഒരു സൈഡ് കീറിക്കൊടുക്കുക. അതിനുശേഷം അത് തൈരിലിട്ട് കൊടുക്കുക. പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഒരു ദിവസം വെക്കണം. ഇത് ചട്ടിയിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ പാത്രം കേടുവരും. ഇതിപ്പോൾ ഒരു ദിവസം ചട്ടിയിൽ ഇട്ട് വെച്ചതിന് ശേഷം ഒരു ദിവസം വെയിലത്ത് വെച്ചതാണ്. ഇനിയിപ്പോൾ 2ാമത്തെ ദിവസം വെയിലത്ത് വെക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ചട്ടിയിൽ നിന്ന് ഇത് വാർത്തിട്ട് ഈ മോരൊക്കെ ഒന്ന് വാർത്തതിന് ശേഷം വേണം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാൻ. കൊണ്ടാട്ടം നമുക്ക് സാധാരണ
തൈരിലും ചെയ്തെടുക്കാൻ പറ്റും, അതുപോലെ തന്നെ മോരിലും ചെയ്തെടുക്കാൻ പറ്റും. ഓരോ ദിവസത്തെ ഉണക്കം കഴിഞ്ഞാലും ഈ മുളക് നമ്മൾ ഈ ചട്ടിയിൽ തന്നെ കൊണ്ടിടണം. ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടുന്നത് വരെ ഈ പ്രോസസ്സ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇനി ഇതൊന്ന് പരത്തിയിട്ടതിന് ശേഷം ഉണക്കാൻ വെക്കാം. കൊണ്ടാട്ടം ആയതിനു ശേഷം അടുത്ത വീഡിയോയിൽ കാണിക്കാട്ടോ. ഇത് വെയിൽ വന്നാൽ ഉണക്കാൻ വെക്കണതും വെയിൽ പോയാൽ എടുത്തു കൊണ്ടിരുന്ന പരിപാടിയൊക്കെ ദിയമോൾക്കാണ്. അപ്പോൾ ഇന്ന് ഉച്ചക്ക് ചിക്കൻ ബിരിയാണിയാണ്. അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒന്നും ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.